എല്ലാവർക്കും പാത്തു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ വ്ളോഗിൽ ഇട്ടുന്ന മാക്സിൻ ഞാൻ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് പാത്തുവിനെ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ, കുറച്ച് ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ ഇതിലിട്ട മാക്സിൻ ഇട്ട് വന്നത്. അപ്പം എന്താ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ, പാത്തു സർക്കിളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ അയൽവാസികളും കുടുംബശ്രീയിൽ പോയിട്ട് കുടുംബശ്രീയിലെ ആൾക്കാരും എല്ലാവരും ചോദിക്കുന്നത് പാത്തുവിൻ്റെ അടുക്കളയിലെ വിശേഷങ്ങളാണ്. അപ്പം പാത്തുവിൻ്റെ അടുക്കള എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് മറ്റൊരു കാര്യം കാണിക്കാനാണ്. മൈ ബാഗ്. എന്റെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇതാണ് എന്റെ ബാഗ് കേട്ടോ. ബാഗിൽ ഇങ്ങനെ വിട്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഒരു അവന്റെ ഫ്രണ്ട് ഇതാണ് കണ്ടോ. നല്ല അടിപൊളി ലുക്ക് ബാഗല്ലേ, എങ്ങനെയുണ്ട്? അപ്പൊ ഇതാ രണ്ടാറയാണ് ഇട്ടുള്ളത് കണ്ടോ, രണ്ടാറുള്ള ബാഗാണ്. അപ്പൊ ഇത് ഇവിടുന്നാണോ വാങ്ങിയത്? ഇവിടെ അങ്ങാടിയില്ലേ എന്താ കഴിഞ്ഞ മാസം എന്താ മഹാമേളണ്ടായി 100 റുപ്യക്ക് ബാഗ് ഇട്ടുണ്ടായി. അപ്പൊ 200 റുപ്യട്ടാ ചങ്ങായി പറഞ്ഞത്. പക്ഷെ 100 റുപ്യക്ക് ഓൻ തന്നിട്ടോ, 100 റുപ്യക്ക് ഓനെയാണ് വാങ്ങി. എങ്ങനെയുണ്ട്? നല്ല രസമുള്ള ബാഗല്ലേ കാണാൻ. അപ്പൊ ഫാത്തുവിന്റെ ബാഗിൽ എന്തൊക്കെയാണ് കാണിച്ചാ? അപ്പം ഫാസ്റ്റത്തെ അറ തുറക്കട്ടോ. കൊറേ ആൾക്കാര് മൈ ബാഗിൽ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ ചെയ്യുന്നത് പാത്തു വേറെ പാത്തുവിന്റെ ബാഗും കാണിക്കാതെ. ഞാൻ മേക്കപ്പ് ഐറ്റംസ് നമ്മളെ ബാഗിലാകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കാണാം. എല്ലാവർക്കും പാത്തു യൂട്യൂബ് ചാനലിലേക്ക്, പാത്തുവിന്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബാഗിന്റെ അറ തുറന്നു. അപ്പൊ ഫസ്റ്റ് കണ്ണാടപ്പെട്ടി. കണ്ണാടപ്പെട്ടി എന്തിനാണല്ലോ, അതായത് കണ്ണാടപ്പെട്ടിന്റെ കണ്ടോ പഴയ കണ്ണാടിയാണ്. അപ്പൊ കണ്ണാട ഊരേക്കാൻ വേണ്ടി കല്യാണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കണ്ണാടപ്പെട്ടി കേട്ടോ. പിന്നെ അടുത്ത സാധനം വെള്ളം. ഞാനങ്ങനെ ഒരു വെള്ളം കുടിക്കില്ല, ഉൾവാറിനോ എനിക്കൊന്നിട്ട് പോകുന്നുണ്ട്, വീട്ടിലെ വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളം കുപ്പി എപ്പോഴും കയ്യിൽ വെക്കും. കണ്ടോ, പുതിയ കുപ്പി വാങ്ങിയതാട്ടോ. നല്ല രസമുള്ള കളർ കുപ്പിയില്ലേ. ഇതാണ് പാട്ടിന്റെ അടുക്കള കാണുന്നവർക്ക് അറിയട്ടോ. കുപ്പിയൊക്കെ നമ്മളെ ഫേമസ് ആണ് കേട്ടോ. കുപ്പി നമ്മൾ എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുണ്ട്. ഇനി അടുത്ത സാധനം വെള്ള. നമ്മളെ എന്താ ഒരു 6 മാസം മുമ്പ് വാങ്ങിയ വെള്ളയാണ് കേട്ടോ. അപ്പൊ ഇതാ ചെറുതായിട്ട് കളർ പോയി. അപ്പൊ നമ്മള് മുറിച്ചാൻ വേണ്ടി കൊടുക്കാൻ ബാഗിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അടുത്ത സാധനം ഇതാണ് അടുത്ത സാധനം. ഇതിങ്ങനെ ഇടയ്ക്ക് ഗ്യാസ് വരും. അപ്പൊ ഗ്യാസ് വരുമ്പം കല്യാണത്തിനൊക്കെ പോയാൽ ചോറുന്നാൽ നല്ല ഗ്യാസ് കയറും. ഗ്യാസ് കയറുമ്പോൾ കുടിച്ചാൽ വേണ്ടിയിട്ട് ഇതെപ്പോഴും ബാഗിൽ തന്നെ വെക്കണം കേട്ടോ. പരിപാടിക്കൊക്കെ പോയാൽ പിന്നെ നല്ലോണം ചോറൊക്കെ തിന്നണമല്ലോ, ബിരിയാണിയൊക്കെ. അപ്പം തിന്നാൻ കഴിയണമെങ്കിൽ ഗ്യാസ് ഉണ്ടായാൽ തിന്നാൻ പറ്റില്ല. അപ്പം കുടിച്ചാൽ വേണ്ടി ബാഗിൽ വെക്കണതാട്ടോ. ഇനി അടുത്ത സാധനം വിക്സ്. ബസ്സിലൊക്കെ പോകുമ്പോണ്ടല്ലോ എന്നാന്ന് അറിയില്ല, പേരും തലവേദനയാ. അപ്പം നമ്മൾ വിക്സും കയ്യിൽ വെക്കും കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും ബസ്സിൽ തന്നെയാണ് പോലെ കേട്ടോ. നമുക്ക് പിന്നെ കാറും ബൈക്കൊന്നും ഇല്ലല്ലോ. പാത്തുവിൻ്റെ അടുക്കള കാണുന്നവർക്ക് അറിയാം. അപ്പം അങ്ങനെ നമ്മൾ വിക്സും കയ്യിൽ വെക്കും കേട്ടോ. പിന്നെ ഇതാക്കണ് അടുത്തത് മാസ്ക്. ഇത് ഞാൻ വെറുതെ ബാഗിൽ വെക്കണതാണ്, എടുക്കലൊന്നുമില്ല. വെറുതെ ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇപ്പം പോണ്ടി വന്നാൽ ഇടാലോ വിചാരിച്ചങ്ങാണ്ട് വെക്കണതാണ്. കുറച്ചായി ഇപ്പം ഇത് എടുത്തിട്ട് ഒരു 2-3 ഇട്ടിട്ട്. കഴിഞ്ഞ ആഴ്ച അപ്പുറത്തത്തെ ആയിഷാബിൻ്റെ ഹോസ്പിറ്റലിലേക്കൊന്ന് പോയിനി, അപ്പോൾ ഒന്ന് ഇട്ടീനി, പിന്നെ ഇത് ഇട്ടിട്ടുമില്ല. ഇനി അടുത്തത് ഇത്. എനിക്ക് ATM ഒക്കെ ഉണ്ട് കേട്ടോ. പാത്തുവിന് ATM എടുത്തിട്ട് ഒരു 3 മാസമായിട്ടോ. ഇത് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതാണ്. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോണിന് വേണ്ടി അക്കൗണ്ട് എടുത്തപ്പം ബാങ്കിൽ നിന്നപ്പോൾ പറഞ്ഞേ ATM കൂടി എടുത്തോളിയും പാത്തു താത്താറിന്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ATM കൊടുത്ത്. അപ്പോൾ ഇതാ ATM ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബാഗിൻ്റെ അടുത്ത അറ തുറക്കട്ടോ. അപ്പോൾ അടുത്ത അറ തുറന്നു. അപ്പം അടുത്ത അറയിൽ എന്താ ഉള്ളത് കാണണ്ടേ? ഇതാണ് അടുത്ത സാധനം, കൊട.
എൻ്റെ പ്രിയപ്പെട്ട കൊടയാണ് കേട്ടോ. കുറേ വർഷമായി ഇത് വാങ്ങിയിട്ട്. നല്ല കൊടയാണ്, എപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു കേടുമില്ലാത്ത കൊടയാണ്. കണ്ടോ, പോപ്പിയാണ് കേട്ടോ, പണ്ടുള്ള പോപ്പി കൊടയാണ്. കണ്ടോ, നല്ല രസമല്ലേ കൊട കാണാൻ. ഇതാണ് കേട്ടോ പാത്തുവിൻ്റെ കൊട. അപ്പം എൻ്റെ ബാഗിൽ അടുത്ത സാധനം എന്താണ് നോക്കാം. പിന്നെ എനിക്ക് ഇടക്ക് തലവേദന വരും കേട്ടോ. അപ്പം ഞാൻ വിക്സിൻ്റെ ഒപ്പം തന്നെ ഗുളികയും കയ്യിൽ കുടിച്ചിട്ടോ. പിന്നെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അപ്പോൾ ഇത് കഴിയുമ്പം ഈ സാധനം തന്നെ അങ്ങ് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിലെ കാക്ക ഈ ഗുളിക തന്നെ അങ്ങ് എടുത്തു തരും. വെറുതെ നമ്മൾ ചീട്ടൊന്നും കൊണ്ടുപോകണ്ടേ. വെറുതെ എന്തിനാ ചീട്ടൊക്കെ കയ്യിൽ പിടിച്ചിണ്. ഈ ഗുളിക തന്നെ അങ്ങോട്ട് ബാഗിൽ ഇട്ടാൽ മതി. പിന്നെ ആവശ്യം വരുമ്പോൾ തന്നെ ഇങ്ങനെ ബാഗിൽ നിന്ന് എടുത്താലും മതി. ഞാൻ മെഡിക്കൽ സ്റ്റോറിലും ഇതാണ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഗുളിക തന്നെയാണ്ട് ഓല് തരും ചെയ്തേ. പിന്നെ ഇതാക്കിനേ അതൊരു കോൾഗറ്റാട്ടോ. പെട്ടെന്ന് എടുക്കലും പോകുമ്പോ പല്ലേച്ചാണ്ട് പറഞ്ഞ് തുപ്പിയാണ്ട് പോകാൻ വേണ്ടിയിട്ട് കോൾഗറ്റും ബാഗിലിട്ടു കേട്ടോ. പിന്നെ അടുത്ത സാധനം ഇതാ ലിപ്സ്റ്റിക്ക്. എല്ലാ സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും ബാഗ് കാണിച്ചുമല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ലിപ്സ്റ്റിക്ക്, അലീനർ, കൺമശി, ഫൗണ്ടേഷൻ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ വിചാരിച്ചെൻ്റെ ബാഗിലും കിടക്കട്ടെ ഒന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പാത്തും ബാഗിൽ ഈ സാധനം ഇട്ടേക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് കേട്ടോ പാത്തുവിൻ്റെ ബാഗിലുള്ളത്. അപ്പം നമ്മൾക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടലേ ഉള്ളൂ കേട്ടോ, എപ്പോഴൊന്നും ഇടലില്ല. നമ്മളെ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ അപ്പോഴും ഇടും കേട്ടോ. പാത്തുവിൻ്റെ അടുക്കള കാണുന്നവരൊക്കെ പറയും പാത്തു നല്ലോ ലിപ്സ്റ്റിക്ക് ഇടുന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീയിൽ പോയപ്പോൾ ഓര് പറയണേ പാത്തുവിൻ്റെ അടുക്കളയിലെ പാത്തു നല്ലോ ലിപ്സ്റ്റിക്ക് ഇട്ടാ വരല്ലേന്ന്. അപ്പം കുറച്ച് നമുക്കൊരു മൊഞ്ചല്ലേ, മൊഞ്ച് കൂടിക്കോട്ടെ വെച്ചിരുന്നതാണേ. ഇനി അടുത്തത് അത് കുറേ ബസ് ടിക്കറ്റൊക്കെയാണ് കേട്ടോ. എവിടേക്കൊക്കെ പോയപ്പോൾ എടുത്തതാ. അതൊന്നും ഓർമ്മയില്ല പറഞ്ഞുതരാൻ. നമ്മൾ പിന്നെ അങ്ങനെ എല്ലാം ഒന്നും ഒഴിവാക്കൂല. ഒക്കെ നമ്മൾ ബാഗിൽ സൂക്ഷിച്ചൊക്കെ. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ബാക്കിയാണ്. ഒക്കെ ഇനി വേണ്ട വലിച്ചെറിഞ്ഞ്. പിന്നെ ഇതാ കുറേ ചില്ലറ പൈസ ഉണ്ട് കേട്ടോ. ചില്ലറ പൈസ ഇതേ എന്താ നമുക്കിങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ബാക്കി ഇട്ടൂലേ ബസ്സിൽ പോകുമ്പോൾ, അപ്പോഴൊക്കെ ഉള്ളതാ. അപ്പോൾ കണ്ടോ 50 പൈസ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പാത്തുവിൻ്റെ ബാഗിലെ സാധനങ്ങളാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ബാഗിലെ സാധനങ്ങൾ. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഈ അറയിൽ പിന്നെ ഒത്തും ഇടലില്ല കേട്ടോ. ചാവിയൊക്കെ പെര കൂട്ടി പോകുമ്പോൾ ചാവിയൊക്കെ ഇട്ട് പോകും കേട്ടോ, അല്ല ഒന്നും ഇടൂല. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ബാഗിലെ സാധനങ്ങൾ. അപ്പം ഇതാ ലാഭത്ത് കിട്ടിയ ബാഗാണ്. ഇതിലാണെങ്കിൽ നിറച്ച് സാധനം ഇടും നമ്മൾ. കണ്ടോ, നല്ല ബാക്കിയുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാത്തുവിൻ്റെ ബാഗ്. അപ്പം നിങ്ങൾ പാത്തുവിൻ്റെ ബാഗ് ഇഷ്ടമാക്കണമെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.